നിഅമത്ത് മുന്നിൽ കിട്ടിയിട്ട് അത് തള്ളിക്കളയുന്നവരിൽ നമ്മൾ ഉൾപ്പെട്ടുകൂടാ. അള്ളാഹുവിന്റെ ദീൻ നിനക്ക് പറഞ്ഞു തരാൻ ആളുകളുണ്ടായി. അള്ളാഹുവിനെ സ്തുതിക്കേണ്ട നിഅമത്താണത്. മനസ്സിലായില്ലേ? ഖുർആനും സുന്നത്തും ഒരാൾ പഠിപ്പിച്ചു തരുന്നു, തൗഹീദ് പറഞ്ഞു തരുന്നു, സുന്നത്ത് പറഞ്ഞു. അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യേണ്ട നിഅമത്താണത്. ധാരായാലും നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണത്. വളരെ അധികം മനസ്സിലാക്കേണ്ട, മനസ്സിരുത്തേണ്ട കാര്യമാണ്. ചെറിയ നിഅമത്തല്ല. ആളുകൾക്ക് അതിന്റെ വില അറിയില്ല. ആളുകൾ പലപ്പോഴും അതിന്റെ വില മനസ്സിലാക്കിയിട്ടില്ല. ജനങ്ങൾക്ക് പലർക്കും തിന്നാനും കുടിക്കാൻ കിട്ടിയാൽ മതി എന്നാണ്. അതാണ് വലുത്. അതിന് ഭംഗം വരുന്നില്ല, അതിന് കേടൊന്നും പറ്റുന്നില്ല, അവന് യാതൊരു തകരാറും ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ ദീൻ പിച്ചു ചീന്തപ്പെടുകയോ ദീനിനെതിരിൽ ഉള്ള തെറ്റായ വാദങ്ങൾ പ്രചരിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നത് കേട്ടാൽ അറിഞ്ഞാൽ അവനൊരു ചൂടുണ്ടാവുകയില്ല. അങ്ങനെയുള്ളവർ വളരെ മോശക്കാരാണ്. ഷിർക്ക് പ്രചരിപ്പിക്കപ്പെടുന്നു, ബിദഅത്ത് പ്രചരിപ്പിക്കപ്പെടുന്നു, ദീനിനെതിരായ ബാത്തുകൾ പ്രചരിപ്പിക്കപ്പെടുന്നു എന്ന് കേട്ടാൽ അറിഞ്ഞാൽ നമുക്ക് പൊള്ളണം, നമുക്ക് വേദനിക്കണം, നമുക്ക് പ്രയാസമുണ്ടാകണം. അതിനോടൊക്കെ ഒരു നിസാരഭാവം, ഒരു നിസ്സംഗതയാണ് ഒരാൾക്ക് അനുഭവപ്പെടുന്നത് എങ്കിൽ ഈമാനിന് കാര്യമായ തകരാറുണ്ട്. കാരണം അള്ളാഹുവിന്റെ ദീൻ അത് ആണ് ഏറ്റവും വലുത്, അതാണ് ഏറ്റവും വലുത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, തിന്മകളിൽ ആണ്ട് കിടക്കുന്നവരെക്കാൾ മോശക്കാരാണ് ആര്? അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയപ്പെട്ടാൽ, അതിനെക്കുറിച്ച് മോശമായി പറയപ്പെട്ടാൽ ഒരിക്കൽ പോലും മുഖം ചുവക്കാത്തവർ, ഒരിക്കൽ പോലും അതിന്റെ പേരിൽ രോഷം കൊള്ളാത്തവർ, അവർ തിന്മകളിൽ ആണ്ട് കിടക്കുന്നവരെക്കാൾ മോശക്കാരാണ് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം. വളരെ ശരിയാണ്, വളരെ ശരിയാണ്. അള്ളാഹുവിന്റെ നിഅമത്താണ് ദീൻ പഠിപ്പിച്ചു തരാൻ ഒരു കൂട്ടരിൽ ഉണ്ടാവുക എന്നത്.